PV അൻവർ MLA ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇന്ന് നിലമ്പൂരിൽ നടത്താനിരുന്ന KM ഷാജിയുടെ വിശദീകരണ യോഗം റദ്ദാക്കിയതിൽ മുസ്ലിം ലീഗിനുള്ളിൽ വിവാദം. നേതൃത്വം ഇടപെട്ട് അനുമതി നിഷേധിച്ചതോടെ മുസ്ലിം ലീഗിന്റെ നിലമ്പൂർ മണ്ഡലം കമ്മിറ്റി പരിപാടിയിൽ നിന്ന് പിന്മാറുകയായിരുന്നു. LDF-ഉമായുള്ള ഒത്തുതീർപ്പിന്റെ ഭാഗമായാണ് തീരുമാനം എന്നാണ് ഒരു വിഭാഗം പ്രവർത്തകരുടെ വിമർശനം. അസ്സലാമു അലൈക്കും. പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, ഞാൻ നിലമ്പൂർ നിയോജകമണ്ഡലം മുസ്ലിം ലീഗിൻ്റെ പ്രസിഡന്റ് CH ഇക്ബാലാണ്. ഇത്തരത്തിലുള്ള ഈ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന വിധത്തിൽ 1-ാം തീയതി KM ഷാജി നിലമ്പൂരിൽ എന്ന രൂപത്തിലുള്ളൊരു പ്രോഗ്രാം നമ്മൾ തീരുമാനിച്ചിട്ടില്ല. ഇങ്ങനെ ഒരു പോസ്റ്റർ നമ്മൾ തയ്യാറാക്കി എവിടെയും വിതരണം ചെയ്തിട്ടില്ല. ഇത് പാർട്ടിയുടെ പേരിൽ വ്യാജ പ്രചാരണം നടത്തുന്നതിന് വേണ്ടി ചില തൽപര കക്ഷികൾ പടച്ചുണ്ടാക്കിയതാണ് എന്ന് നല്ലവരായ സഹപ്രവർത്തകർ മനസ്സിലാക്കണം. ഈ സന്ദർഭത്തിൽ ഇത്തരത്തിലുള്ള ചില വ്യാജ വാർത്തകൾ നമ്മുടെ ഒട്ടനവധി പ്രവർത്തകർക്ക് പ്രയാസങ്ങൾ ഉണ്ടാക്കും. ഔദ്യോഗികമായി അങ്ങനെ പരിപാടി ഇല്ല എന്നറിയിച്ചുകൊണ്ടുള്ള അറിയിപ്പുകൾ പരസ്പരം കൈമാറി സഹകരിക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. വിപിൻ C. വിജയൻ മലപ്പുറത്ത് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. വിപിൻ, ഈ പരിപാടിയെപ്പറ്റി വ്യാജ വാർത്തയാണ് പരന്നത് എന്ന് അവിടുത്തെ ലീഗ് നേതാക്കൾ പറയുന്നത് സത്യമാണോ? എന്താണ് അറിയാൻ കഴിയുന്ന വിവരങ്ങൾ? വേണു, ഇപ്പോൾ ഈ സൈബർ ഇടങ്ങളിൽ, മുസ്ലിം ലീഗിന്റെ സൈബർ ഇടങ്ങളിൽ വിവാദം കത്തുകയാണ്. ലീഗിൽ നെക്സസ് വിവാദം എന്നുള്ള രീതിക്ക് തന്നെയാണ് ഈ ചർച്ചകളൊക്കെ ഇവിടെ നടക്കുകയും ചെയ്യുന്നത്. PV അൻവർ തൊടുത്തുവിട്ടതാണ് ഈ നെക്സസ് എന്നുള്ള കാര്യം. കാരണം എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും നേതൃത്വങ്ങൾ തമ്മിൽ ബന്ധമുണ്ടെന്നും അങ്ങനെ ഒത്തുതീർപ്പിലൂടെയാണ് മുന്നോട്ട് പോകുന്നതും അങ്ങനെ ഒരു ബന്ധം എല്ലാവരും തമ്മിൽ ഉണ്ട് എന്നുള്ളതുമായിരുന്നു. ആ ബന്ധത്തിന്റെ പുറത്ത് തന്നെയാണ് ഇപ്പോൾ KM ഷാജിയുടെ പരിപാടി റദ്ദാക്കുകയും ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് അണികൾ പ്രധാനമായും പറയുന്നത്. ഇന്ന് വൈകിട്ടായിരുന്നു നിലമ്പൂരിൽ മുസ്ലിം ലീഗിന്റെ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തന്നെ ഈ പരിപാടി നടക്കേണ്ടത്. മുഖ്യമന്ത്രിയുടെ RSS ബന്ധത്തിന്റെ ഒക്കെ പശ്ചാത്തലം പറഞ്ഞുകൊണ്ട് ഒരു പരിപാടി എന്നുള്ള നിലയ്ക്കായിരുന്നു ഇത് ഉദ്ദേശിച്ചിരുന്നത്. അത് നേതൃത്വം ഇടപെട്ട് മുടക്കി എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു ആരോപണം വരുന്നത്. ഒപ്പം തന്നെ ഇവർ KM ഷാജിയുടെ ഡേറ്റ് ചോദിക്കുകയും അങ്ങനെ 1-ാം തീയതി നിശ്ചയിക്കുകയും അങ്ങനെയാണ് ഇന്ന് വൈകുന്നേരം നിലമ്പൂരിൽ ഈ പരിപാടി സംഘടിപ്പിക്കുകയും ചെയ്തത്. എന്നാൽ നേതൃത്വം ഇടപെട്ട് ഇപ്പോൾ വേണ്ട എന്നുള്ളത് പറയുകയായിരുന്നു. അത് എന്തിനു വേണ്ടിയാണ്? അത് ഇടതുപക്ഷത്തിനൊപ്പം ചേർന്നുള്ള ഒരു നീക്കുപോക്കിന്റെ ഭാഗം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിമർശനം വരുന്നത്. ഈ ആരോപണമാണ് ഇപ്പോൾ നിഷേധിച്ച് മുസ്ലിം ലീഗും രംഗത്ത് വരുന്നത്. നടക്കുന്നത് വ്യാജ പ്രചരണമാണെന്നും ഈ പോസ്റ്ററുകൾ വ്യാജമെന്നുമാണ് പറയുന്നത്. പക്ഷേ ഈ പോസ്റ്ററുകൾ കാണുമ്പോൾ തന്നെ ഇത് വ്യാജമല്ല, ഇത് കൃത്യമായിട്ടുള്ള ഒരു നിരീക്ഷണത്തോടെ മുന്നോട്ട് കൊണ്ടുപോകുന്ന പരിപാടിയായിരുന്നു എന്നുള്ളത് ഏറെക്കുറെ വ്യക്തമാണ്. ഇക്ബാൽ മുണ്ടേരിയാണ് ഇതിലൊരു വിശദീകരണം ഇപ്പോൾ ഈ ഓഡിയോ സന്ദേശത്തിലൂടെ നൽകുകയും ചെയ്തിരിക്കുന്നത്. PV അൻവറിനെ ആദ്യം, അതായത് അദ്ദേഹം CPM-മായി അകന്നതിന് ശേഷം ആദ്യം മുസ്ലിം ലീഗിലേക്ക് സ്വാഗതം ചെയ്തു എന്നുള്ള രീതിക്ക് ഒരു പോസ്റ്റ് ഇട്ടതും ഇക്ബാൽ മുണ്ടേരി തന്നെയാണ്. അപ്പോൾ ഇപ്പോൾ വീണ്ടും അദ്ദേഹം ഒരു വിവാദത്തിലേക്ക് വരുന്നു, അല്ലെങ്കിൽ ഇവിടുത്തെ മണ്ഡലം കമ്മിറ്റി വീണ്ടും ഒരു തീരുമാനത്തിലേക്ക് വരുന്നു. അത് നേതൃത്വം ഇടപെട്ട് മുടക്കി എന്ന് തന്നെയാണ് കടുത്ത ആരോപണം വരുന്നത്. ഇന്ന് വൈകുന്നേരത്തോടെ PK കുഞ്ഞാലിക്കുട്ടി ഇതിലൊരു വ്യക്തത വരുത്തും എന്നും ആണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ശരി, വിപിൻ C. വിജയനാണ് മലപ്പുറത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.